ഹലോ എവ്രി വൺ, 4C ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനാലിറ്റിക് യൂണിറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ 2024 ജൂൺ നെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കുലർ പുറത്തിറക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ഒരുപാട് പേര് പേഴ്സണലായിട്ടും ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് മെസ്സേജും ഡിസ്കഷനെല്ലാം നമുക്കുണ്ടായിട്ടുണ്ട്. സോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് വന്ന ഒരു സംശയമായിരുന്നു, ഇനി ഈ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്ന ഡിസിഷനെ റിവേർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. സോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല നമുക്കതിന് ആ ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാം. കാരണം ഈ വരുന്ന ഒരു സർക്കുലർ പ്രകാരം ഇങ്ങനൊരു മാൽ പ്രാക്ടീസ് അതല്ലെങ്കിൽ ഇൻഫർമേഷൻ അനാലിറ്റിക് യൂണിറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അതിൽ പേപ്പർ ലീക്കേജോ അതല്ലെങ്കിൽ അതുപോലത്തെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ട് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുകയാണ് എന്നുള്ളതും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അതിൽ നൽകിയിട്ടുണ്ട്. ഇനിയൊരു റീ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി ഒരിക്കലും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ റിവേർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. രണ്ടാമതായിട്ട് നമ്മളെല്ലാവരെയും വറി ചെയ്യുന്ന ഒരു ചോദ്യം തന്നെയാണ്, ഇനി റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എന്നായിരിക്കും എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്നുള്ളത്. നമുക്കറിയാം, ഈ പ്രാവശ്യം നമുക്ക് എക്സാമിനേഷൻ എന്നുള്ളത് പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് പ്രകാരമായിരുന്നു. സോ പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് പ്രകാരമാകുമ്പോൾ സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് പ്രിൻറ്റ് ചെയ്ത് OMR ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ എക്സാമിനേഷൻ പല ഭാഗത്തുള്ള നാനാകോണുകളിലുള്ള എക്സാമിനേഷൻ സെൻ്ററുകളിലേക്ക് ഈ ബുക്ക്ലെറ്റുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്തായാലും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഈ ഒരു പ്രിൻറ്റിങ്, സർക്കുലേഷൻ, ദെൻ എക്സാമിനേഷൻ സെൻറ്റർ അലോക്കേഷൻ ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു 35 to 40 ഡേയ്സ് എന്തായാലും നമുക്ക് ഒരു റീ എക്സാമിനേഷൻ ഡേറ്റിന് വേണ്ടിയിട്ട് കാണാവുന്നതാണ്. ഒരു 35 മുതൽ 40 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് എക്സാമിനേഷന് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ജൂലൈ ലാസ്റ്റ് വീക്കിലോ അതല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ട് നമുക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ഒരു ചോദ്യം എന്ന് പറയുന്നത്, അഡ്മിറ്റ് കാർഡ് നമുക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് ആയിരിക്കുമോ അതല്ലെങ്കിൽ എക്സാമിനേഷൻ സെൻറ്റർ സെയിം ആയിരിക്കുമോ, സിറ്റി മാറ്റം ഉണ്ടായിരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. ഈ വന്ന സർക്കിൾ പ്രകാരം 2024 ജൂൺ എക്സാമിനേഷൻ ക്യാൻസലായി എന്നുള്ളതാണ്. അതിന് നമുക്കൊരു മീനിങ് കൊടുക്കുക എന്നുള്ളത് 2024 ജൂൺ എക്സാമിനേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അതായത് 2024 ജൂൺ സെഷനിലെ എക്സാമിനേഷൻ നടന്നിട്ടില്ല. ക്യാൻസൽ മീൻസ് അങ്ങനെ ഒരു എക്സാമേ നടന്നിട്ടില്ല, അതിൻ്റെ റിസൾട്ട് ഇല്ല, അങ്ങനെ ഒരു എക്സാമേ നടന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അടുത്ത റീടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് പുതിയൊരു അഡ്മിറ്റ് കാർഡ് ആയിരിക്കും വരിക എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും, പുതിയൊരു അഡ്മിറ്റ് കാർഡ് ആയിരിക്കും. എക്സാമിനേഷൻ സെൻറ്ററിലും സിറ്റിയിലെ അത്ര വലിയ മാറ്റം ഇല്ല എന്നുണ്ടെങ്കിലും എക്സാമിനേഷൻ സെൻറ്റർ ഒരുപക്ഷെ നമുക്ക് മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ എന്തായാലും പുതിയൊരു അഡ്മിറ്റ് കാർഡ് വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ എക്സാമിനേഷൻ ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇത്തരത്തിൽ ഒരു ക്യാൻസലേഷൻ വന്നു എന്നുള്ളത് ഒരിക്കലും എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപാകതയല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെയും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന NTA എന്നുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി ഒക്കെ ഉള്ള ഒരു ഫാൾട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഡേറ്റ് ഒന്ന് മുൻകൂട്ടി അറിയിക്കുക എന്നുള്ള ഒരു മാന്യത NTA കാണിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ UGC നെറ്റ് ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, എല്ലാവരും കയറി ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു, ദെൻ നമ്മൾ ഫീ അടക്കുന്നു, കൺഫർമേഷൻ പേജ് വരുന്നു, നമ്മൾ വെരിഫൈ ചെയ്യുന്നു, ദെൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ശേഷം വീണ്ടും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നു. ഇതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാമിനേഷൻ്റെ ഡേറ്റും എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഓൾറെഡി ഒരു കംപ്ലീറ്റ്ലി നമുക്ക് വെരിഫൈ ചെയ്യാനും നമ്മുടെ അപ്ലിക്കേഷൻ ഫോം കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു
ടൈം പീരീഡ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. സോ ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാം. ഇനി ഒരിക്കലും കറക്ഷൻ ഇൻ അപ്ലിക്കേഷൻ ഫോമിനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല. കാരണം എക്സാമിനേഷൻ്റെ ഫൈനൽ സ്റ്റേജായിട്ടുള്ള എക്സാമിനേഷൻ കണ്ടക്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ്റെ ഒരു കറക്ഷൻ ഫോം എന്നുള്ള ഒരു വിൻഡോ ഒരിക്കലും ഇനി ഓപ്പൺ ആവുകയില്ല എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് ആ ഒരു ഓപ്ഷന് നമുക്ക് ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് എക്സാം എഴുതാത്തവർക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് എക്സാമിനേഷൻ്റെ ശേഷം വന്ന ഒരു സർക്കുലർ പരിശോധിച്ചാൽ മനസ്സിലാകും. ഏകദേശം 11,21,225 പേര് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും അതിൽ 9,08,580 പേര് എക്സാം എഴുതുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഏകദേശം 9, 11, 10, 12 ലക്ഷത്തോളം ആളുകൾ എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സർക്കിൾ പ്രകാരം എക്സാമിനേഷൻ ക്യാൻസലാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എക്സാം നടന്നിട്ടേ ഇല്ല. സോ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റിസ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത്, ആരൊക്കെയാണോ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്, എക്സാമിനേഷൻ ക്യാൻസൽ മീൻസ് എക്സാമിനേഷൻ നടന്നിട്ടില്ല. സോ അപ്പോൾ ആരൊക്കെയാണ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവർക്കെല്ലാവർക്കും എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതായത് 11,21,225 പേർക്കും കഴിഞ്ഞ എക്സാം എഴുതാൻ പറ്റാത്തവരുണ്ട്, എന്തെങ്കിലും കാരണത്താൽ മിസ്സായിട്ടുണ്ടെങ്കിലും അവർക്കും ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായ വശമെന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങളെന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ മറുപടി റിപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സീരിയസ് ആയിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ടൈം മാനേജ് ചെയ്തിട്ട് പഠിച്ചിട്ട് എക്സാമിനേഷൻ പിന്നെ അത് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട് വളരെയധികം വലുതാണ്. സോ എനിക്ക് പറയാനുള്ളത്, അതെല്ലാം മാറ്റിവെച്ച് അതാലോചിച്ച് നിരാശപ്പെടാതെ ഇതൊരു അവസരമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും ഏരിയ കവർ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്ത്, ഒരുപാട് ഏരിയാസ് കവർ ചെയ്ത്, ഒരുപാട് മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്ത്, ഒന്നും കൂടെ വൃത്തിയായിട്ട് പഠിച്ച് വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, സോ ഫോർസ് ലേണിംഗ് എന്നും നിങ്ങൾക്ക് കൂടെ ഒരു നല്ലൊരു സഹായിയായിട്ട് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദ വെരി വെരി ബെസ്റ്റ്. താങ്ക് യു.